ആ സുസ്മിതയാന്നേ അവനെ കൊണ്ട് കുഴപ്പങ്ങൾ മുഴുവൻ ആ വീട്ടിലുണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പൊ വല്ലവരും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ നമ്മൾ ഉടനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? ആ പറയുന്നവൻ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ പറയുന്നത് നീ ഇനി അങ്ങോട്ട് പോണ്ടെന്നാ. കുടുംബവും ഭാര്യയൊക്കെ വേണമെന്ന് അവന് സ്വയം തോന്നട്ടെ. അപ്പൊ അവൻ താനേ വന്നോളും. അങ്ങനെ അവനെ നന്നാക്കി എടുക്കാൻ പറ്റൂ. ഇനി ചിലപ്പോ അതിനുള്ള അവസരം കിട്ടുന്നത് ജയിലിനകത്തുള്ളവർക്കായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും കൂടി നടത്തുന്ന ഇല്ലീഗലായിട്ടുള്ള പല ബിസിനസ്സുകൾക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നോട്ടം എത്തിയിട്ടുണ്ട്. പിടിക്കപ്പെട്ട രോഹിത് അകത്ത്. ചന്ദ്രബോസിന്റെ ബുദ്ധിയായത്. എല്ലാ ചുമതലകളും രോഹിത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് രോഹിത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള കളി. പിടിക്കപ്പെട്ട പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒരാള്, അതായിപ്പോ രോഹിത്. ചന്ദ്രബോസിന്റെ തന്ത്രങ്ങൾ ഫലിച്ച രോഹിത് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. കുഞ്ഞിച്ചപ്പോ രോഹിത് കണ്ടില്ലേ അമ്മ? ഇത്രയൊക്കെ ചെയ്തിട്ടും അവനൊരാപത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഇവളുടെ സ്വഭാവമേ മാറിയത് കണ്ടോ? ഇത്രയും നേരം സംസാരിച്ച മുഖമാണോ ഇവൾക്ക്? അത് പിന്നെ അങ്ങനെയല്ലേ മോളെ വരൂ. എത്രയൊക്കെ വന്നാലും അവൻ അവളുടെ കഴുത്തില് താലി കെട്ടിയതല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഹലോ, ഞാൻ വിളിക്കാം. എന്താടി? റെയ്ഡ് നടന്നു. രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു.